കുറ്റം ചെയ്തവർ കുറ്റത്തിന് ശിക്ഷിക്കപ്പെടേണ്ടതിനു പകരം നല്ലവരാക്കി ചിത്രീകരിച്ചിട്ട് അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഇഷ്ടം പോലെ സാക്ഷികളെ വിട്ടേക്കാൻ ഒപ്പിട്ട് കൊടുത്തതിന്റെ പേരിൽ 10,000-ഉം 20,000-ഉം കൈക്കലാക്കുന്ന ആളുകൾ എത്രയുണ്ട്? അതുകൊണ്ടാണ് ആ വിഷയം പറഞ്ഞപ്പോ 3 വട്ടം നബി തങ്ങൾ ആവർത്തിച്ചു പറഞ്ഞത്, അലാ വശഹാദത്തുസ്സൂർ, അലാ വശഹാദത്തുസ്സൂർ, അലാ വശഹാദത്തുസ്സൂർ. അറിയണേ കള്ളസാക്ഷിത്വം. 4 ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട്, അത് ഭരിക്കുന്നവരാകട്ടെ ഭരിക്കാത്തവരാകട്ടെ, ഒരു പാവപ്പെട്ടവന് വീട് പാസായി, അയാൾക്കത് വാങ്ങാനോ യോജിക്കുന്ന നല്ല നിലപാടില്ല, ആരോഗ്യം കുറവാണ്, കണ്ണിന്റെ കാഴ്ച കുറവാണ്, പക്ഷേ വാങ്ങിയിട്ട് കൊണ്ടുപോകാൻ മറ്റു മക്കളാരുമില്ല. അപ്പൊ ഉള്ളവരൊക്കെ കൂടിയിട്ട് 4 ആളുകൾ എന്ത് തീരുമാനിച്ചു എന്നറിയോ? അയാളെ കൊണ്ട് ഗഡുക്കളാക്കി ഇതിന്റെ ഒപ്പിടിച്ചിട്ട് അവർക്ക് 4 ആൾക്കും കിട്ടുന്ന സ്വത്തൊന്ന് വീതം വെച്ചെടുക്കാൻ. 2-3 വർഷങ്ങൾ കഴിഞ്ഞ് ഇതിനൊരു അന്വേഷണ കമ്മീഷൻ വന്നപ്പോഴാ വിവരം പുറത്തു പറയുന്നത്, ആ സാധു ഇന്നും താമസിക്കുന്നത് ചോർന്നൊലിക്കുന്ന വീട്ടിലാണ്. 4 ലക്ഷമോ അതിലധികമോ പാസാക്കിയത് ആളുകൾ കീശയിലാക്കിയിട്ട് അവരിന്നും സുന്ദരമായി ജീവിക്കുന്നു. ഘട്ടം ഘട്ടമായി കൊടുത്തതിനോ ഒപ്പവിടെ ചാർത്തപ്പെട്ടിട്ടുണ്ട്. എന്തെല്ലാം വഞ്ചനകളാന്നാ നിങ്ങൾ കരുതിയത്? നമ്മൾ മനസ്സിലാക്കിയത് ഏതെല്ലാം ലെവലിലാന്നാ? വെറുതെയാണോ ഈ അടയാളം പറഞ്ഞത്? ഇതൊന്നുമില്ലാതെ അവനാന്റെ ഹലാലായ പണിയെടുത്ത് ഒരാളുടെയും വഞ്ചന സ്വീകരിക്കാതെ തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവനാന്റെ ഏലും മാലുമായിട്ട് പോയിട്ട് നിസ്കാരം കാര്യങ്ങളായി പോണ നല്ല മനുഷ്യന്മാരില്ലേ? ഓല് മുത്തുമൂമിനിങ്ങളാണ്, ഓൽക്ക് നല്ല പ്രതീക്ഷിക്കാം. കാരണം വഞ്ചനന്റെ പേര് വേറെ ആള് പിടുങ്ങിയതോ വേറെ ആൾക്ക് കൊടുക്കാനോ അവർക്ക് ദുനിയാവിലോ ആഖിറത്തിലോ ഒരു കണക്കുമില്ല.